ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ, ഈ കാസിനോ ഗ്രൂപ്പിൻ്റെ, അതായത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ, കാസിനോ ഗ്രൂപ്പിൻ്റെ ഭാവി ഇനി എന്താവും എന്നുള്ളതും കൂടെ കാരണം നിരവധി ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, അതും ഒരു ആശങ്കയിലാണ്. അതിനകത്തൊരു ചെറിയ ഒരു ഗ്രേ മാറ്ററുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രശ്നമൊക്കെ വരുമ്പം ഞാൻ അതിനകത്ത് പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ ബാങ്കിലെ പോലെയാണ്, പെട്ടെന്ന് പൈസ ഇട്ട് എല്ലാവരും കൂടെ ഒരു ദിവസം പോയി വിഡ്രോ ചെയ്താൽ അത് പൊട്ടിപ്പോവില്ല. അപ്പോൾ അതേപോലെ ഈ എന്ത് സംഭവിക്കുമെന്ന് ഇൻവെസ്റ്റേഴ്സിന് ഭയങ്കര ടെൻഷനായി അവർ പോയി പൈസയൊക്കെ ചോദിച്ച് കോടതിയിൽ കേസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വലിയ പ്രശ്നത്തിലാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത പിന്തുടർച്ച അവകാശികൾ ഭയങ്കര ഈ അദ്ദേഹത്തിനെ പോലെ ഭയങ്കര ഡൈനാമിക് ആണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ കുറേ തിരിച്ചു കൊടുക്കുക, ബാക്കി ഞങ്ങൾ തരാം, ഞങ്ങൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, അപ്പോൾ ഒന്ന് കരകയറ്റാൻ പറ്റും. പക്ഷെ നമുക്ക് അറിഞ്ഞൂടെ ഇത് എങ്ങനെ വരുമെന്ന്. പക്ഷേ ജനറലി പറഞ്ഞ ബൈ ആൻഡ് ലാർജ് നല്ല ഒരു സംഗതി അല്ല കോൺഫിഡൻറ്റ് ഗ്രൂപ്പിന് ഇങ്ങനെ ഒരു സംഗതി സംഭവിച്ചുകൊണ്ട്. കാരണം പറഞ്ഞാൽ നമുക്കറിഞ്ഞൂടെ മറ്റേ സംഗതി എന്തോ ആണെന്ന്. എന്തിനാണ് അദ്ദേഹം സൂയിസൈഡ് ചെയ്തത്? സ്ലോവാക്യൻ ആംഗിള്, ദുബായ് ആംഗിള്, റോ ആംഗിള്, ഇങ്ങനെയൊക്കെ ഉള്ള എന്തിനാണെന്നുള്ള നമുക്കറിഞ്ഞൂടാ. അദ്ദേഹത്തിന് വേറൊരു സൈഡുണ്ട്, എപ്പോഴും ഡാർക്കർ സൈഡുണ്ട്. അതാണല്ലോ ക്രിസ്റ്റൽ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥൻ പറയുന്നത് അങ്ങനെയാണ്. അദ്ദേഹത്തിനെ അവിടുന്ന് പറഞ്ഞു വിട്ടു ഇദ്ദേഹം ടേക്ക് ഓവർ ചെയ്തപ്പം. അപ്പം അങ്ങനെ ഒരു ഡാർക്ക് പാസ്റ്റ് ഉണ്ട്. അപ്പം ഇദ്ദേഹം ഇതേപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ഇതബദ്ധമല്ല, മണി കൂടുതൽ ഉണ്ടാക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരുപാട് ഗ്രീഡി ആയിരുന്നു. അതുകൊണ്ട് ഇത് എവിടെ ചെന്ന് വീണതാണ്. ഈ മറ്റേ എൻ്റെ ഒരു ബലമായ സംശയം ഈ ഡ്രഗ് കാർട്ടലിലോ മറ്റോ ഇങ്ങനെ അറിയാതെയോ എങ്ങനെയോ പെട്ടുപോയി. അത് ജയിൽ ശിക്ഷയാണ്. അത് വലിയ മാത്രമല്ല, വി ഡോണ്ട് നോ വൈ റോ കെയിം. റോ വരുന്നുണ്ടെങ്കിൽ വളരെ ഗുരുതരമായ കാര്യങ്ങളാണ്. എനിക്ക് ദാവൂദിൻ്റെ കമ്പനിയിൽ ദുബായിൽ 2 കോടി രൂപ ഇട്ട് കഴിഞ്ഞാൽ അത് രാജ്യദ്രോഹമായിട്ട് തന്നെ വരും. എന്ന് പറഞ്ഞാൽ ദാവൂദിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. ഇതാണ്. അപ്പം നമുക്കറിഞ്ഞൂടാ എന്താണെന്നുള്ളത്. പിന്നെ ഒരു സംഗതി കൊണ്ടുണ്ട്, നമ്മളെ ഇവിടുത്തെ ഇപ്പം അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരുപാട് പേര് അടുത്ത സുഹൃത്തുക്കളായിരുന്നു, ചങ്കായിരുന്നു എന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ ആളുകൾ. അതിൽ ഒരാൾ ഡ്രൈവറെയാണ് അയച്ചത് റീത്തോയിട്ട്. ഇവരെ ആരെയും അവിടെ കണ്ടില്ല. അപ്പം അവർക്കും പേടിയുണ്ട്. ഇവരുടെയൊക്കെ ഇല്ലീഗൽ വെൽത്ത് ചിലപ്പോൾ ഇദ്ദേഹം പാർക്ക് ചെയ്തിരുന്നിരിക്കും. അത് ഈ വലിയ വലിയ ഇതുപോലെയുള്ള ബിസിനസ്സുകാർക്കൊക്കെ അങ്ങനെ ഒരു ഹാബിറ്റുണ്ട്. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന ആളുകളുടെ പത്മഭൂഷൺ കിട്ടിയ ആളുകളുടെ അല്ലെങ്കിൽ പത്മശ്രീ കിട്ടിയ ആളുകളുടെ കള്ളി വെളിച്ചത്താവും ഞാൻ കാരണം. അതും ഒരു കാരണമാകാം. അപ്പം അങ്ങനെ പല കാരണങ്ങളുണ്ട്.